എറണാകുളം ഏലൂരിലെ ആൽമരത്തിൻ്റെ ഒരു ഭാഗം ഒടിഞ്ഞു വീണ് വിദ്യാർത്ഥിനിക്കും അധ്യാപികയ്ക്കും പരിക്കേറ്റിരിക്കുന്നു. ഏലൂർ വടക്കും ഭാഗം പാട്ടുപുരയ്ക്കൽ അമ്പലത്തിന് സമീപം നിന്ന മരമാണ് ഒടിഞ്ഞു വീണത്. അധ്യാപികയെ മഞ്ഞുമൽ സെന്റ് ജോസഫ് ആശുപത്രിയിലേക്ക്, വിദ്യാർത്ഥിയെ അമൃത ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വിഷ്ണുപ്രകാശ് വിവരങ്ങൾ അയച്ചിരുന്നുണ്ട്. വിഷ്ണു, ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ഈ കാലവർഷത്തിൽ മരം ഒടിഞ്ഞു വീണുള്ള അപകടം. എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? മാർഷൽ, തീർച്ചയായും കാറ്റ് ഈ തവണത്തെ കാലവർഷത്തിൽ വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. നിരവധിയായിട്ടുള്ള മരങ്ങളും വൈദ്യുതി തൂണുകളും എല്ലാം ഒടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നിപ്പോൾ ഏലൂരിലുള്ള പാട്ടുപുരയ്ക്കൽ ക്ഷേത്രത്തിലെ ആൽമരമാണ്. അത് പകുതി വെച്ച് അടർന്നു വീഴുകയായിരുന്നു. അത് ഒരു ഭാഗം വീണ് ഒരു 2 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഒരു വിദ്യാർത്ഥിനിയും സ്കൂൾ അധ്യാപികയ്ക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത്. അവർ ബസ് കാത്തു നിൽക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. ഏലൂർ സമീപത്തുള്ള ആ പാട്ടുപുരയ്ക്കൽ ക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുമ്പോൾ ഈ മരം പകുതി വെച്ച് പുലർന്നു വീഴുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു. ഈ കാറ്റും മഴയും തന്നെയാണ് ഇത്തരം മരം പകുതി വെച്ച് പിളർന്നു വീഴുന്ന ഒരു സാഹചര്യത്തോട്ട് നയിച്ചത് എന്നാണ് ഇവിടെ നാട്ടുകാരായിട്ടുള്ളവർ പറയുന്നത്. ഈ വെള്ളം എല്ലാം ഇറങ്ങി അതിൻ്റെ ഈർപ്പം വന്നത് കൊണ്ടും ഇന്നും ഈ സംഭവം നടക്കുമ്പോഴും ചെറിയ തോതിലുള്ള കാറ്റുണ്ടായിരുന്നപ്പോൾ അത് മൂലമാണ് ഇപ്പോൾ ഈ മരം വീണത്. മരത്തിൻ്റെ പകുതി ഭാഗം അടർന്നു വീണത് എന്നുള്ള വിവരമാണ് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. ഇതിൽ ഈ 10 വയസ്സുകാരിക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ ഇപ്പോൾ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ അടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി ഒരു CT സ്കാൻ അടക്കം നടത്തിയിരുന്നു. അതിൽ ചെറിയ ഒരു പ്രശ്നം കണ്ടതിനെ തുടർന്ന് അമൃത ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക്. അതീവ ഗുരുതരമായ അവസ്ഥയാണ്.